ആലുവ അദ്വൈതാശ്രമത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 102ാമത് സർവമത സമ്മേളനത്തിനും മഹാശിവരാത്രി ആഘോഷങ്ങൾക്കും പ്രൗഢോജ്വലമായ സമാപന സമ്മേളനം മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് KR ശ്രീറാം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പരിഷ്കരണത്തിലൂടെ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയതെന്ന് ചീഫ് ജസ്റ്റിസ് KR ശ്രീറാം പറഞ്ഞു. 1924 ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ ആലുവയിൽ ലോകത്താദ്യമായി സർവമത സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ 102ാമത് വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനവും മഹാശിവരാത്രി ആഘോഷങ്ങളും വിപുലമായ ആഘോഷ പരിപാടികളോടുകൂടിയാണ് സമാപിച്ചത്. സാമൂഹ്യ പരിഷ്കരണത്തിലൂടെ മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചുള്ള ശ്രമങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയതെന്ന് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് KR ശ്രീറാം പറഞ്ഞു. Gurudev championed the timeless truth that all human beings are equal before the divine, irrespective of their caste, creed or background. Gurudev devoted his life for the upliftment of humanity, ardently advocating for social reform and spiritual enlightenment. His philosophy encapsulated the maxim, one religion, one caste, one God for all. എല്ലാ മനുഷ്യരെയും ചേർത്തുപിടിച്ച ഗുരുവിന്റെ സന്ദേശം വീണ്ടും പ്രചരിപ്പിക്കാൻ കഴിഞ്ഞതിലെ സന്തോഷമുണ്ടെന്ന് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനും മെഡിമിക്സ് MDയുമായ ഡോക്ടർ AV അനൂപ് ജനം TVയോട് പറഞ്ഞു. എന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഗുരുദേവൻ എനിക്ക് തന്നൊരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു വർഷം നീണ്ടുനിന്ന സർവമത സമ്മേളനത്തിന്റെ ആഘോഷം, ശതാബ്ദി ആഘോഷം, പല പരിപാടികളിലും പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടി. അതിൽ മറക്കാനാവാത്ത അനുഭവം ഉണ്ടായത് വത്തിക്കാനിൽ പോയി ഫ്രാൻസിസ് മാപ്പാപ്പയെ കാണാൻ സാധിച്ചു, അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരു ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജസ് VM ശ്യാംകുമാർ, ADGP V വിജയൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ പങ്കെടുത്തു. ജനം, കൊച്ചി.